നമസ്കാരം, ഇത് IBN മലയാളം. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നിന് പകരം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ച് പിഞ്ചുകുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ചെറുകുന്ന് പൂങ്കാവിലെ 8 മാസം പ്രായമുള്ള കുഞ്ഞാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. കുട്ടിയുടെ കരളിന് ഗുരുതര തകരാർ സംഭവിച്ചതിനാൽ കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചതായി പറയുന്നത്. കുഞ്ഞിന് ഡോക്ടർ കുറിച്ചത് പനിക്കുള്ള സിറപ്പായിരുന്നു. എന്നാൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നൽകിയത് പനിക്കുള്ള ഡ്രോപ്സും. മരുന്ന് ഓവർഡോസായി കുഞ്ഞിന്റെ കരളിനെ ബാധിച്ചെന്നും ഗുരുതരാവസ്ഥ തുടർന്നാൽ കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്നും ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു. ആരോഗ്യനില നേരിയ തോതിൽ മെച്ചപ്പെട്ടെന്നും ഡോക്ടർ അറിയിച്ചു. കുഞ്ഞിനെ ഗുരുതരാവസ്ഥയിലാക്കിയത് ഫാർമസി ജീവനക്കാരാണെന്ന് അച്ഛൻ പ്രതികരിച്ചു. ചോദിച്ചപ്പോൾ എന്നാ പോയി കേസ് കൊടുക്കെന്ന് ഭീഷണിപ്പെടുത്തി. മരുന്ന് മാറി നൽകിയ കണ്ണൂർ പഴയങ്ങാടി ഖദീജ മെഡിക്കൽസിനെതിരെ കേസെടുത്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനി ബാധിച്ച കുട്ടിയെയും കൊണ്ട് വീട്ടുകാർ പഴയങ്ങാടിയിലെ ക്ലിനിക്കിലെത്തിയത്. കുഞ്ഞിനെ ഡോക്ടർ കാൽപോൾ സിറപ്പ് കുറിച്ച് നൽകി. എന്നാൽ ഡോക്ടറുടെ ഈ കുറിപ്പടിയുമായി എത്തിയ വീട്ടുകാർക്ക് ഖദീജ മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റുകൾ എടുത്തു നൽകിയത് കാൽപോൾ ഡ്രോപ്പ് ആണ്. മരുന്ന് മാറിയതറിയാതെ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് 3 നേരം വീട്ടുകാർ കുട്ടിക്ക് മരുന്ന് കൊടുത്തു. പനി അതിവേഗം മാറിയെങ്കിലും കുട്ടിക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ തോന്നിയതോടെ വീട്ടുകാർ വീണ്ടും ക്ലിനിക്കിലെത്തി. മരുന്ന് മാറിയതറിഞ്ഞ ഡോക്ടർമാർ ഉടനെ തന്നെ കുട്ടിക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.